വാല്യൂസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. സ്കൂളിലെ കൗൺസിലേഴ്സിന്റെ പ്രത്യേക ഒരു ടീം തന്നെ ഉണ്ട്. അത് വേറെ കാര്യം. ഈ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം, ഇവര് കുട്ടികള് ഹഗ് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടിലൊക്കെ ആണെങ്കിൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കും കുറെ നേരം. അവർക്ക് ആ അമ്മയുടെ സ്പർശം, അച്ഛന്റെ സ്പർശം ഒക്കെ അവർ ഞങ്ങളിലൂടെ അവർ അറിയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ചെല്ലുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുന്നതിന് കെട്ടിപ്പിടിച്ചോണ്ടെങ്കിൽ മാം ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് ഒരു ഫോർമൽ ഗുഡ് മോർണിംഗ് അല്ല, കെട്ടിപ്പിടിച്ചുള്ള ഗുഡ് മോർണിംഗ് ആണ്. അതെ അതെ, ആ ഹഗ് എന്നൊരു സ്പർശം ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇത് കിട്ടാതെ വരുന്നതും ഇത്തരം മോളസ്റ്റേഷൻ അല്ലെങ്കിൽ അബ്യൂസിന് ഒരു കാരണമാണ്. അമ്മ കൊടുക്കേണ്ട സ്പർശം അമ്മ കൊടുത്തേ മതിയാവൂ, അത് ഏത് പ്രായത്തിലാണെങ്കിലും. ഓക്കെ. അല്ലെ പൊതുവേ നമ്മുടെ ഈ ജനറലി നമ്മൾ നോക്കുമ്പോഴേ ഈ കുട്ടികൾക്ക് ഒരു വല്ലാത്ത ടെൻഷൻ ഉണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഉണ്ട്, ടെൻഷൻ ഉണ്ട്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പഠിക്കുന്ന കാര്യമല്ല, ഞാൻ പഠനത്തിൽ അല്ല, പൊതുവേ കാരണം എന്റെ കുട്ടി ഓൾറൗണ്ടർ ആവണം എന്നൊരു ആഗ്രഹം മിക്ക അച്ഛനമ്മമാർക്കും ഉണ്ട്. ഈ അച്ഛനമ്മമാരിൽ തന്നെ വേറെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു പാരന്റിങ്ങിന്റെ പ്രശ്നം ഉണ്ടല്ലോ. അതായത് ഒരു കുട്ടിയെ നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ 22 വയസ്സ് അല്ലെങ്കിൽ 23 വയസ്സായി, പ്രായമായി, നല്ലൊരു ആലോചന വന്നു, കെട്ടിച്ചു വിട്ടു എന്നല്ലാതെ ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം പൂർത്തിയായോ, ജോലിയായോ, വരുമാനമായോ, സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനും ഒരു മറ്റൊരാളുടെ ചുമതല കൂടി ഏറ്റെടുക്കാനുള്ള പക്വത ഈ കുഞ്ഞിനുണ്ടോ എന്നത് നമ്മൾ കെട്ടിച്ചുവിടുമ്പോൾ ആലോചിക്കുന്നില്ല. അവിടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് വരുന്ന ആൾക്കാർ രണ്ട് സംസ്കാരത്തിലാണ്, രണ്ട് ഫാമിലികളാണ്. അവർ ഈ വിവാഹ സമയത്ത് ആ ഒരു 1-2 മാസത്തിലായിരിക്കും തമ്മിൽ പരിചയപ്പെടുന്നത്. ഇവർക്ക് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ശരിക്കും സമൃദ്ധമായി ഫ്രൂട്ട്ഫുൾ ആയെങ്കിൽ മാത്രമേ ഇവരുടെ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ.